ഹായ്, എല്ലാവർക്കും റീഗൽ ആക്മി കോളേജിലെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് NIOS +2 പഠിക്കുന്ന സയൻസ് ബാച്ചിലുള്ള കുട്ടികളുടെ ബയോളജി സബ്ജക്റ്റിലെ സെൽ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഇതിനു മുന്നേ സെല്ലിന്റെ ഒരു പാർട്ട് നമ്മൾ പഠിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ബാക്കി പോർഷൻ ആണ് ഇന്നിവിടെ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം ഫസ്റ്റ് പാർട്ടിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, നമ്മൾ സെല്ലിനെ കുറിച്ചിട്ടുള്ള സൈറ്റോപ്ലാസം, സെൽ മെംബ്രെയിൻ, അതേപോലെ തന്നെ ന്യൂക്ലിയസിനെ കുറിച്ചൊക്കെ ആയിരുന്നു നമ്മൾ ആദ്യത്തെ പാർട്ടിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് സെൽസിലുള്ള ഓർഗനൈൽസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം മാക്സിമം എല്ലാവരും ഇത് കൃത്യമായിട്ട് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് സെൽ എന്ന് പറയുന്നത്. അപ്പം കഴിഞ്ഞ പാർട്ടിൽ വന്നിട്ട് നമ്മൾ ന്യൂക്ലിയസ് വരെയാണ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ന്യൂക്ലിയസിന് ശേഷമുള്ള മൈറ്റോകോൺട്രിയ മുതലാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം മൈറ്റോകോൺട്രിയ എന്ന് പറയുമ്പം എന്താണ്? മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെല്ലിന്റെ ഡയഗ്രാം നമ്മൾ നോക്കുമ്പോൾ അറിയാം, സെല്ലിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഓർഗനൽ ആണ് നമുക്ക് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. മൈറ്റോകോൺട്രിയയുടെ മെയിൻ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഹൗസ് എന്നാണ് നമ്മൾ മൈറ്റോകോൺട്രിയ പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ മൈറ്റോകോൺട്രിയ പവർ ഹൗസ് എന്ന് പറയുന്നത്? കാരണം നമ്മൾ കഴിക്കുന്ന ന്യൂട്രിയൻസ്, അതിൻ്റെ ഒക്കെ ഗ്ലൂക്കോസ്, അതിനെ ബ്രേക്ക് ചെയ്ത് അതിൽ നിന്നും എനർജി കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് മൈറ്റോകോൺട്രിയയുടെ ജോലി. അപ്പൊ മൈറ്റോകോൺട്രിയയുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലുള്ള ന്യൂട്രിയൻസിലുള്ള ഒന്നാണ് ഗ്ലൂക്കോസ് പോലത്തെ കാര്യങ്ങൾ, അല്ലെ? അപ്പം അതിലുള്ളതിന് എന്ത് ചെയ്യുന്നു? ഓക്സിജന്റെ പ്രസൻസ്. നമുക്കറിയാം, സെല്ലുലാർ റെസ്പിറേഷൻ നടക്കുന്ന സമയമുണ്ട്. സെല്ലുലാർ റെസ്പിറേഷൻ എല്ലാവർക്കും അറിയാവുന്ന ഒന്നല്ലേ? അപ്പം ആ സമയത്ത് ഓക്സിജന്റെ പ്രസൻസ് കൊണ്ട് നമ്മുടെ സെല്ലിനകത്ത് നടക്കുന്ന റെസ്പിറേഷന്റെ ടൈമിൽ മൈറ്റോകോൺട്രിയ എന്ത് ചെയ്യും? ഈ പറയുന്ന ന്യൂക്ലിയസിനെ ബ്രേക്ക് ചെയ്തിട്ട് ഗ്ലൂക്കോസ് എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഈ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം ഇതെന്ത് ചെയ്യും? ATPക്കകത്ത് ഇതിനെ സ്റ്റോർ ചെയ്ത് വെക്കും. ഈ ATPക്കകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള സമയം എന്ത് ചെയ്യും? എനർജി റിലീസ് ചെയ്യും. അപ്പം നമുക്കറിയാം, ഓക്സിജൻ വരുമ്പം അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എന്തായാലും വേസ്റ്റ് ആണ്. അപ്പം ഓക്സിജന്റെ പ്രസൻസ് കൊണ്ടാണ് മൈറ്റോകോൺട്രിയയുടെ അകത്ത് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഗ്ലൂക്കോസിനെ ബ്രേക്ക് ചെയ്ത് എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഓക്സിജന്റെ പ്രസൻസ് വരുമ്പം ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് സംഭവിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന വേസ്റ്റ് പുറത്ത് വരും. ഓക്കെ, ഇതാണ് മൈറ്റോകോൺട്രിയയെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പം നമ്മൾ ആദ്യത്തെ പാർട്ടിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു സെൽ മെംബ്രെയിൻ, രണ്ടാമത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ന്യൂക്ലിയസ്, പിന്നെ നമ്മൾ അടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നത് സൈറ്റോപ്ലാസം ആയിരുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് മൈറ്റോകോൺട്രിയ. ഇനി അടുത്തത് നമ്മൾ മൈറ്റോകോൺട്രിയയെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ നോക്കുന്നതാണ് ER, അതായത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. എന്താണ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം? നമുക്ക് രണ്ട് തരത്തിലാണ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിനെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഒന്ന് റഫ് എന്നും ഒന്ന് സ്മൂത്ത് എന്നും. അപ്പം റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. നമ്മൾ എങ്ങനെയാണ് സെല്ലിൽ റഫും സ്മൂത്തും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ന്യൂക്ലിയസിന്റെ അകത്തുള്ള ന്യൂക്ലിയോലസ് ആണ് റൈബോസോംസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ റൈബോസോംസ് ഒക്കെ എന്ത് ചെയ്യും? റൈബോസോംസ് എല്ലാം ന്യൂക്ലിയസിന്റെ പുറത്തുള്ള സൈറ്റോപ്ലാസം വഴി വന്ന് നമ്മളുടെ ഈ എൻഡോപ്ലാസ്മിക്കിലാണ് വരുന്നത്. അപ്പം റൈബോസോംസ് ഉള്ള, അതായത് നമ്മൾ ഡയഗ്രാം നോക്കുമ്പോൾ നമുക്ക് അറിയാം, ഒരു മുള്ളു പോലെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്ന് പറയുന്നത്. അപ്പം അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിന്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം റൈബോസോംസ് എന്തിനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പ്രോട്ടീൻ സിന്തസിസിന് വേണ്ടിയിട്ടാണ്. റൈബോസോംസിന്റെ മെയിൻ ആയിട്ടുള്ള ജോലി പ്രോട്ടീൻ സിന്തസിസ് ആണ്. അപ്പം ഈ പറയുന്ന റൈബോസോംസ് എവിടെ നിന്നാണ് പറഞ്ഞത്? ന്യൂക്ലിയസിന്റെ അകത്തുള്ള ന്യൂക്ലിയോലസിനകത്തു നിന്നാണ് റൈബോസോംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ന്യൂക്ലിയോലസിനകത്തുള്ള റൈബോസോംസ് എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ആയി നേരെ നമ്മുടെ എൻഡോപ്ലാസ്മിക്കിൽ വന്നിരിക്കും. അവിടെ ഉള്ളതിനെ നമ്മൾ എന്ത് പറയും? റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. റൈബോസോംസ് ഇല്ലാത്തതിനെ നമ്മൾ എന്ത് പറയും? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. അപ്പം റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിൽ വന്നിട്ട് റൈബോസോംസിന്റെ ജോലി എന്താണ്? അതായത് ചെറിയ ചെറിയ അമിനോ ആസിഡ്സിനെ എല്ലാം
വലിയ വലിയ പ്രോട്ടീൻ ആക്കി മാറ്റുക. അപ്പം റൈബോസോംസ് ആണ് എന്ത് ജോലി ചെയ്യുന്നത്? പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്ന ജോലി ആരാണ് ചെയ്യുന്നത്? റൈബോസോംസ് ആണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു സംശയം വരും, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് എന്താണ് ചെയ്യുന്നത്? അതായത് നമ്മളുടെ ഇപ്പം ലിപ്പിഡ്സ്, ഫാറ്റ്, സ്റ്റിറോയിഡ്സ് ഒക്കെ ഉണ്ടല്ലോ, അതാണ് നമ്മുടെ മെയിൻ ആയിട്ട് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ചെയ്യുന്നത്. അപ്പം ഇത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ അറിയാം പവർ ഹൗസ്. ഇപ്പം നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ നമ്മുടെ എക്സാം സമയത്തൊക്കെ തന്നെ വൺ വേർഡിൽ ചോദിക്കും മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഹൗസ്. ചൂസ് ദി കറക്റ്റ് ആൻസർ ആണെങ്കിലും മാച്ച് ദ ഫോളോയിങ് ആണെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞാൽ ആ സെല്ലിന്റെ പവർ ഹൗസിനെയാണ് നമ്മൾ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ അതിനെ പവർ ഹൗസ് എന്ന് പറയുന്നത്? കാരണം നമ്മളുടെ ഗ്ലൂക്കോസിനെ അത് ബ്രേക്ക് ചെയ്തിട്ട് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് അതിനെ ATP എന്ന് പറയുന്ന മോളിക്യൂളിനകത്ത് അതിനെ സ്റ്റോർ ചെയ്ത് വെക്കും നമുക്ക് എനർജി. എന്നിട്ട് അതിൽ നിന്നുമാണ് എനർജി റിലീസ് ചെയ്ത് തരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ നമ്മൾ നോക്കിയത്? ഓക്സിജന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നടക്കത്തുള്ളൂ. അപ്പൊ ഓക്സിജന്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നു? വേസ്റ്റ് ആയിട്ട് വരികയും ചെയ്യുന്നു. അപ്പം ഇതിലാണ് മൈറ്റോകോൺട്രിയയും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എൻഡോപ്ലാസ്മിക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. വേണമെങ്കിൽ ഒന്നും കൂടെ പറഞ്ഞു തരാം. എൻഡോപ്ലാസ്മിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള എൻഡോപ്ലാസ്മിക് നമുക്ക് കാണാൻ വേണ്ടി പറ്റും, റഫ് എന്നും സ്മൂത്ത് എന്നും. റഫ് വരാനുള്ള കാരണം റൈബോസോംസ് ഉള്ള എൻഡോപ്ലാസ്മിക്കിനെ നമ്മൾ എന്ത് പറയും? റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. റൈബോസോംസ് ഇല്ലാതെ നമ്മൾ എന്ത് പറയും? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അപ്പം റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ മെയിൻ ജോലി എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് അമിനോ ആസിഡ്സിനെ എല്ലാം ചേർത്ത് പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ റഫ് എൻഡോപ്ലാസ്മിക്കിന്റെ ജോലി എന്ന് പറഞ്ഞത്. അപ്പം റൈബോസോംസിന്റെ മെയിൻ ഡ്യൂട്ടി എന്താണ്? പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുക. റൈബോസോംസ് എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്തത്? നമ്മുടെ ന്യൂക്ലിയസിനകത്തുള്ള ന്യൂക്ലിയോലസിന്റെ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്? റൈബോസോംസിനെ പ്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് തരുന്നത്. ഇനി നമുക്കറിയാം പ്രോട്ടീൻ എല്ലാം പ്രൊഡ്യൂസ് ചെയ്തു. പക്ഷേ ഈ പറയുന്ന പ്രോട്ടീൻസിനൊക്കെ എന്ത് ചെയ്യുന്നു? കൃത്യമായിട്ട് അതിനൊരു അറേഞ്ച്മെന്റ് ഇല്ല, അതിനെ കറക്റ്റായിട്ട് സോർട്ട് ചെയ്തിട്ടില്ല, അതിനെ മോഡിഫൈ ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഈ പറയുന്ന പ്രോട്ടീനെ എന്ത് ചെയ്യുന്നു? നമ്മളുടെ ഗോൾഗി ബോഡീസ് അല്ലെങ്കിൽ ഗോൾജി അപ്പാരറ്റസ് എന്ത് ചെയ്യും? ക്യാപ്ചർ ചെയ്തിട്ട് ഈ പറയുന്ന പ്രോട്ടീൻസിനെല്ലാം കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യുക, അതേപോലെ തന്നെ സോർട്ട് ചെയ്യുക, തരംതിരിക്കുക, മോഡിഫൈ ചെയ്യുക. അതെല്ലാ ജോലിയും ചെയ്യുന്നതാണ് ആരുടെ ജോലി? നമ്മുടെ സെല്ലിനകത്തുള്ള ഗോൾജി ബോഡീസിന്റെ ജോലി അല്ലെങ്കിൽ ഗോൾഗി അപ്പാരറ്റസിന്റെ ജോലി. എൻഡോപ്ലാസ്മിക് മൈറ്റോകോൺട്രിയ വേറെയാണ്. ഗോൾജി ബോഡീസ് എന്താ ചെയ്യുന്നത്? നമ്മളുടെ ഈ പറയുന്ന റഫ് എൻഡോപ്ലാസ്മിക്കിൽ നിന്ന് സൈറ്റോപ്ലാസ്മിൽ നിന്ന് എന്ത് ചെയ്യും? ഇതിനെ വലിച്ചെടുത്ത് ക്യാപ്ചർ ചെയ്തിട്ട് ഇതിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? കറക്റ്റ് ആയിട്ട് മോഡിഫൈ ചെയ്ത് അറേഞ്ച് ചെയ്ത് സോർട്ട് ചെയ്തിട്ട് അതിനെ കറക്റ്റ് ആയിട്ട് ഒരു ഫോർമാറ്റിലാക്കി എടുക്കും. എടുത്തിട്ട് ഇതിനെ നമുക്കറിയാം, നമ്മളിപ്പം ഒരു ലെറ്റർ എഴുതാണെങ്കിലും കറക്റ്റ് നമ്മൾ പോസ്റ്റ് ഓഫീസ് വേണം, അല്ലെ? അതിനെ പാക്ക് ചെയ്ത് നമ്മൾ ഇടാണെങ്കിൽ ഒരു പോസ്റ്റ് ഓഫീസ് വേണം. അതേപോലെ നമ്മളുടെ എന്ത് ചെയ്യുന്നു? വെസിക്കിൾസിനകത്ത് ഈ പറയുന്ന പ്രോട്ടീൻസിനെ എല്ലാം എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്ത് വെക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറയുന്ന വെസിക്കിൾസ് എന്ത് ചെയ്യും? ട്രാൻസ്പോർട്ട് സിസ്റ്റം ആണ്. അതായത് നമ്മുടെ സെല്ലിനകത്ത് സൈറ്റോപ്ലാസ്റ്റിൽ കൂടി ഒരുപാട് വെസിക്കിൾസ് നമുക്ക് കാണാൻ വേണ്ടി, പ്രോട്ടീൻ വെസിക്കിൾസ് കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള സമയം എന്ത് ചെയ്യും? നമ്മുടെ നമ്മൾ സെൽ മെംബ്രെയിൻ പഠിച്ചപ്പം പഠിച്ചിട്ടുണ്ടായിരുന്നു, പ്രോട്ടീൻ ചാനൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതുവഴി നമുക്ക് എന്ത് ചെയ്യും? ഈ പറയുന്ന വെസിക്കിൾസ്, പ്രോട്ടീൻ വെസിക്കിൾസ് ഒക്കെ നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള സമയത്ത് ഇതിൽ നിന്ന് നമുക്ക് കിട്ടാറുണ്ട്. അപ്പം ഗോൾജി ബോഡീസ് അല്ലെങ്കിൽ ഗോൾഗി അപ്പാരറ്റസിന്റെ മെയിൻ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഫ് എൻഡോപ്ലാസ്മിക്കിൽ നിന്നും ഉണ്ടായ പ്രോട്ടീൻസിനെ ക്യാപ്ചർ ചെയ്ത് അതിനെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് മോഡിഫൈ ചെയ്ത് സോർട്ട് ചെയ്ത് അതിനെ ഒരു വെസിക്കിൾസിലാക്കി ആക്കുക എന്നുള്ളതാണ് നമ്മളുടെ റഫ് എൻഡോപ്ലാസ്മിക്കിന്റെ മെയിൻ ആയിട്ടുള്ള ജോലി എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോണത് ലൈസോംസ് ആണ്. ലൈസോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെല്ല്, നമുക്കറിയാം നമ്മുടെ ഇത്രയും പ്രക്രിയ നടക്കുന്ന ഒന്നാണ് സെല്ല്. നമ്മൾ കാണുമ്പോൾ വളരെ ചെറുതാണ്, മൈക്രോസ്കോപ്പ് വെച്ച് നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് അതിനെ കാണാൻ വേണ്ടി സാധിക്കത്തുള്ളൂ, അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ, അല്ലേ? അപ്പം ഈ പറയുന്ന ലൈസോംസിന്റെ മെയിൻ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് വേസ്റ്റ്, എല്ലാം നടന്നിട്ടുള്ള വേസ്റ്റിനെ ഡിസ്പോസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലൈസോംസിന്റെ ജോലി. ലൈസോംസ് എന്ന് പറഞ്ഞാൽ ഒരു എൻസൈം ആണ്.
അപ്പൊ അതിന്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്ന വേസ്റ്റിനെയൊക്കെ ഡിസ്പോസ് ചെയ്യുക. അതേപോലെ തന്നെ സ്യൂസൈഡൽ ബോഡീസ് എന്നാണ് പറയുന്നത്. അതായത് സ്വന്തമായിട്ട് ആ ഇരിക്കുന്ന സെല്ലിനെ ഈ പറഞ്ഞ ലൈസോംസ് എന്ത് ചെയ്യും, നശിപ്പിക്കുകയും ചെയ്യും. ഇപ്പൊ ഡാമേജ്ഡ് ആയിട്ടുള്ള സെൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൂർണ്ണത എത്താത്തതോ അല്ലെങ്കിൽ കൃത്യമായിട്ട് അതിനൊരു ഗ്രോത്ത് ഇല്ല അങ്ങനൊക്കെ ഉള്ള സെൽസിനെ എന്ത് ചെയ്യാം, അതിനെ ലൈസോംസ് അവരുടെ തന്നെ സെൽസിനെ നശിപ്പിക്കുന്ന ഒന്നും കൂടിയാണ് ലൈസോംസ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് ഇതിന് മുന്നേ ഉള്ളതിൽ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് ബാക്കിയുള്ള എല്ലാ ഓർഗനൈസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിന് മുന്നേ ഉള്ള വീഡിയോ കയറി നോക്കാവുന്നതാണ്. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ വന്നിട്ട് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾക്ക് മാച്ച് ദ ഫോളോയിങ്ങിലും ചൂസ് ദി കറക്റ്റ് ആൻസറും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലും ഒക്കെ +2 പഠിക്കുന്ന കുട്ടികൾക്ക് ചോദിക്കുന്ന ഒന്നാണ് നമ്മുടെ മൈറ്റോകോൺഡ്രിയ, അതേപോലെ തന്നെ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, റൈബോസോംസും ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. മാക്സിമം എല്ലാവരും അതിന്റെ ഷോർട്ട് ഫോംസ് എങ്കിലും മനസ്സിൽ വെച്ചിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനിയും അടുത്ത ക്ലാസ്സിലേക്ക് കാണുന്നത് വരെ നന്ദി.